കഴിഞ്ഞ കുറച്ചു ദിവസമായി പി വി അൻവർ ബേപ്പൂർ മണ്ഡലത്തിൽ സജീവമാണ്. അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ടി വിക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ബേപ്പൂർ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് താങ്കൾ പറയുകയും ചെയ്തു മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്ന്. എന്താണ് ഒരു മത്സരം? ഇവിടെ മത്സരിക്കാൻ വരുമോ? എന്താണ്? അല്ല, മത്സരകാര്യം തീരുമാനിക്കേണ്ടത് UDF ആണ്. മത്സരിക്കണോ മത്സരിക്കേണ്ടേ എന്നും തീരുമാനിക്കേണ്ടത് അവരാണ്. എവിടെയാണ് മത്സരിക്കേണ്ടത് എന്നും അവരാണ് തീരുമാനിക്കുന്നത്. ഞാൻ ജനറലി നമ്മൾ പറഞ്ഞ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വലിയ വികസനം നടന്ന കേരളത്തിലെ ഏറ്റവും നമ്പർ 1 മണ്ഡലമാണല്ലോ. അപ്പോൾ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കണം, നിങ്ങൾ വരണം, ഞങ്ങൾ പ്രയാസത്തിലാണ് എന്ന് ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ ചുറ്റുപാടുകളിലൊക്കെ ഒന്ന് നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിൽ ഇന്ന് ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിലെ 10 എടുത്താൽ അതിലൊന്ന് ബേപ്പൂരായിരിക്കും. ഇവിടെ ഒരു വികസനവും റോഡ് നന്നായിട്ടുണ്ട്, അത് കേരളം ഒട്ടാകെ നന്നായിട്ടുണ്ട്, അത് ഒരു തർക്കമില്ല. കഴിഞ്ഞ ആദ്യത്തെ 2016, 15, 21 ഗവൺമെൻറ് റോഡിന് വേണ്ടി അങ്ങേയറ്റം പണം ചെലവഴിച്ച ഞാനടക്കം നമ്മളെ മണ്ഡലത്തിലൊക്കെ പരമാവധി ചെയ്തതാണ്. മറ്റു ഈ അടിസ്ഥാനപരമായ വിഷയം ഇവിടെ വിദ്യാഭ്യാസം നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. സർക്കാർ കോളേജില്ലാത്ത മണ്ഡലമാണ് ബേപ്പൂർ. അപൂർവം മണ്ഡലമാണ് കേരളത്തിൽ. ഒരു പോളിടെക്നിക് ഇല്ല. ഇവിടുത്തെ മക്കൾ മുഴുവൻ പാരലൽ കോളേജുകളെ ആശ്രയിക്കേണ്ട ഗതികേടുള്ളൊരു മണ്ഡലം. അതിലേക്ക് അദ്ദേഹം ഇടപെട്ടിട്ടില്ല. ഈ പോർട്ടുമായി ബന്ധപ്പെട്ട സമരത്തിനാണല്ലോ വന്നത്. 1400കളിൽ ഇവിടെ ആരംഭിച്ച ഈ പോർട്ടിൽ ഒരു കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ തൊഴിലാളികളായി നിൽക്കുന്ന പലരും ക്രെയിനുകളില്ല, ഓപ്പറേഷനില്ല. മുമ്പ് വന്നിരുന്ന കപ്പലുകളിലെ 4-1 വരുന്നില്ല. വരാത്തതിൻ്റെ കാരണം എന്താണ്? ഇവിടെ വളരെ സ്പീഡിയായിട്ട് വരുന്ന ചരക്ക് ഇറക്കാനും കയറ്റാനും സംവിധാനമുള്ള നല്ല സ്പീഡുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്രെയിൻ സംവിധാനം വേണം. ഇവിടെ അങ്ങനെ ക്രെയിനില്ല. മന്ത്രിനേക്കാളും പ്രായമുള്ള ക്രെയിനാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് ഇറക്കേണ്ട സാധനങ്ങൾ 2 ദിവസം എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും കപ്പൽ ഉടമകളെ സംബന്ധിച്ച് 2 ദിവസം ഒരു ഷിപ്പിനെ ഇവിടെ നിർത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അവർക്ക് വലിയ നഷ്ടങ്ങളുണ്ടാവും. അതുകൊണ്ട് അവർ തിരിച്ചു കൊണ്ടുവന്നു. ലക്ഷദ്വീപിലേക്ക് ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോയിരുന്ന പ്രദേശമാണ്. അത് ബേപ്പൂരങ്ങാടി ഉണങ്ങിയതിൻ്റെ പ്രധാന കാരണം തന്നെ എന്താണ്? ഇവിടുത്തെ ഈ പാസഞ്ചേഴ്സില്ല, ഇവിടുത്തെ ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ ഇതൊരു പ്രധാന പ്രശ്നമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൈൽ ഫാക്ടറികൾ, ഫറൂഖ് എന്ന് പറഞ്ഞാൽ ലോകത്തറിയപ്പെടുമായിരുന്നു ടൈൽ ഫാക്ടറി, മുഴുവൻ പൂട്ടിപ്പോയില്ലേ. അവർക്ക് മണ്ണ് കിട്ടാനില്ല, മണ്ണ് കൊടുക്കാനില്ല. ആരാ ഇടപെടേണ്ടത്? അതൊക്കെ വിറ്റ് വേറെ വ്യവസായത്തിലേക്ക് പോയി. ഫറൂഖിൽ ഇപ്പോൾ ചൈനയിൽ നിന്ന് ഓട് കൊണ്ടുവരികയാണ്. ആ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ നടക്കുകയാണ് മന്ത്രി. ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ഓടിന് വിൽക്കാനുണ്ടാക്കുന്ന ഇവിടുത്തെ ഷോറൂമുകളുടെ ഉദ്ഘാടനം നടക്കാൻ ഒരു മടിയില്ലാതെ പോകുന്ന മന്ത്രിയുടെ പേരാണ് മുഹമ്മദ് റിയാസ്. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. താങ്കളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് ഈ ബേപ്പൂർ മണ്ഡലമാണ്. അപ്പം UDF നേതൃത്വം ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ താങ്കളോട് ആവശ്യപ്പെട്ടു. ഇതിനകം തന്നെ പ്രാഥമിക ചർച്ചകളെല്ലാം നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും താങ്കളുടെ ഒരു അഭിപ്രായം? ഞാൻ എവിടെയാണ് പറഞ്ഞത്, ഏത് നരകത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് പറഞ്ഞത്? പിണറായിയെ താഴെ ഇറക്കാൻ ഈ 140 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും എന്നോട് മത്സരിക്കണം എന്ന് പറയണമെങ്കിൽ അത് ഏത് നരകമാണെങ്കിലും ഞാനവിടെ പോരാട്ടം നടത്തും. പ്രഥമ പരിഗണന ബേപ്പൂരാണോ? അല്ല, എനിക്കങ്ങനെ അത് അവർ തീരുമാനിക്കട്ടെ. അവർ തീരുമാനിച്ച് നമ്മൾ ആ കാര്യത്തിൽ UDF എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കും. പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ താങ്കൾ നിലമ്പൂരിൽ തന്നെ പറയുകയുണ്ടായി ഈ ഒരു മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ താൻ തയ്യാറാണ്. അല്ല, ഞാൻ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരല്ല മത്സരിക്കുന്നത്. മരുമകനിസം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മരുമകനിസത്തിൻ്റെ ഭാഗമായിട്ട് ആ പാർട്ടിയിലും ഈ ഗവൺമെൻറ്റിലും ഉണ്ടായ കുടുംബാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും എതിരായിട്ടുള്ള മത്സരമാണ്. മുഹമ്മദ് റിയാസിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ പങ്ങളെ കേട്ടി കാര്യം നിർത്തിയിട്ടൊന്നുമില്ല. പക്ഷേ അവരെടുക്കുന്ന നിലപാടുകൾ ഈ ഗവൺമെൻറ്റിനെയും ഈ സംവിധാനത്തെയും ജനങ്ങളിൽ നിന്ന് പാടെ അകറ്റി. മരുമോനിസം, പിണറായിസം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൻ്റെ മതേതര കേരളത്തിൻ്റെ ക്യാൻസറാണ്. ക്യാൻസർ എന്ന് പറയുന്ന ഈ വർഗീയത എന്ന് പറയുന്ന ക്യാൻസർ കേരളത്തിലെ പൊതുസമൂഹം തകർത്ത് സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുമ്പോൾ BJP പോലും വർഗീയത സംസാരം നിർത്തി കേരളത്തിൻ്റെ വികസിത കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പിണറായിൻ്റെ വക്താക്കളും ഇവിടുത്തെ പച്ച വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് മരുമോനിസം. അതിനെതിരെ പോരാടുക തന്നെ ചെയ്യും. താങ്കളെ സ്വാഗതം ചെയ്തത് ഇതിനകം തന്നെ ഇവിടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇവിടുത്തെ ജനങ്ങൾ താങ്കൾ ഇവിടെ വരണമെന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ വരണം എന്നൊരു ആഗ്രഹമാണല്ലോ ആ ഫ്ലെക്സ് ബോർഡൊക്കെ വെക്കുന്നതിന് പിന്നിൽ. അല്ല, അത് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ഒരു ഫൈറ്റിംഗ് മോഡൽ നടക്കുമ്പം പ്രവർത്തകർ ഒരു ഫൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പം അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ മത്സരിക്കും അവിടെ. അല്ല, അതേ പറഞ്ഞാൽ അത് ജനങ്ങളുടെ എനിക്കുണ്ട്. എൻ്റെ പിൻബലം എന്നും ജനമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോഴും ഒറ്റക്കാണല്ലോ നടക്കുന്നത്. പക്ഷേ എനിക്ക് മുന്നിലും ബാക്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ
നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. അവരുടെ പിൻബലം മതി. ആ പിൻബലത്തിൽ നമ്മൾ എവിടെയും പോകും. ഓക്കെ. തീർച്ചയായും പിണറായി സ്ഥിതിനെതിരെയും മരുമകൻ സ്ഥിതിനെതിരെയും ഈ പാർട്ടി പറയുന്ന, അതായത് UDF പറയുന്ന എവിടെയും മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്നാണ് PV അൻവർ ഇപ്പോൾ പറഞ്ഞത്. KV മഹേഷ് കുമാറിനൊപ്പം മിഥില ബാലൻ, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.